മൂന്നാമതൊരു ചോട്ടുമാനോ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഈ കാട്ടിൽ എത്ര ചോട്ടുമാനോ ഉള്ളത്? മൂൺലൈൻ കാട്ടിൽ നല്ല കാലാവസ്ഥയായിരുന്നു. എല്ലാ മൃഗങ്ങളും തടാകത്തിൽ വെള്ളം കുടിക്കാൻ വന്നിരിക്കുമായിരുന്നു. വൗ, എത്ര തണുപ്പും എത്ര മധുരവും ഉള്ള വെള്ളമാണ്. സത്യത്തിൽ ആ മാലാഖയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരാണല്ലോ നമ്മുടെ വറ്റി വരേണ്ട കുളത്തിൽ വെള്ളം നിറച്ചത്. അതെ, സത്യമാണ്. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ മാലാഖയോട് കടപ്പെട്ടിരിക്കും, അല്ലേ? അവിടെ അപ്പോഴേക്കും കറുത്ത കാക്ക വന്നു. എല്ലാവരും ജീവനോടെ കണ്ട് ഞെട്ടിപ്പോയി അവൻ. അല്ല, ഈ കുളത്തിലെ വെള്ളം എങ്ങനെ നിറഞ്ഞത്? വറ്റി വരേണ്ടതിനാൽ 2 മാസം മുമ്പേ ഞാൻ ഇവിടെ നിന്ന് പോയിരുന്നു. എന്നിട്ട് ഈ കുളം എങ്ങനെ നിറഞ്ഞു? നീ ചെറിയ പ്രശ്നം വന്നാ ഓടുന്ന ആളല്ലേ. എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാ അപ്പൊ ഓടിക്കളയും. അധികം സംസാരിക്കണ്ട. ഇത് പറ, ഇത്ര കഠിനമായ ചൂടുണ്ടായിട്ടും കുളത്തിലെ വെള്ളം എങ്ങനെ നിറയുന്നതെന്ന്? 2 മാസം മുമ്പ് ഞങ്ങൾ എല്ലാവരും വറ്റി വരളുന്ന കുളം കണ്ട് വിഷമിച്ചപ്പോൾ ഒരു മാലാഖയെ കുപ്പിയിലടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ആ കുപ്പിയിൽ നിന്ന് മാലാഖയെ മോചിതയാക്കി. അവരാണ് നമ്മുടെ കുളത്തിൽ മുഴുവൻ വെള്ളം നിറച്ചത്. നീ എന്താ പറഞ്ഞേ? ഒരു മാലാഖ ബോട്ടിൽ കുടുങ്ങിക്കിടക്കുന്നെന്നോ? അതെ. എന്തേ? എന്തു പറ്റി? ഇല്ല, ഒന്നുമില്ല. ഇത് പറഞ്ഞ് കാക്ക അവിടുന്ന് പോയി. പറന്നവൻ ഒരു കുടിലിന്റെ അടുത്തേക്ക് എത്തി. അവിടെ അതേ വേട്ടക്കാരൻ ഉണ്ടായിരുന്നു. അല്ല കാലുകാക്കേ, പറയ്, എന്തൊക്കെയുണ്ട് വിശേഷം? മോണ്ട് വേട്ടക്കാരാ, നിങ്ങളുടെ കൂടെ ഒരു മാലാഖയുണ്ടായിരുന്നില്ലേ? അവരെവിടെ? അവളെന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിയില്ല. അങ്ങനെ ഞാൻ അവളെ ഒരു കുപ്പിയിലാക്കി കാട്ടിലൊരിടത്ത് കുഴിച്ചിട്ടു. എന്തായാലും കുറച്ച് ദിവസത്തിനകം ആ മാലാഖയെ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കുപ്പിയിൽ നിന്നും പുറത്തെടുക്കും. ഇനി അതൊന്നും നടക്കത്തില്ല. നിങ്ങൾ ആ കുപ്പി മണ്ണിൽ കുഴിച്ചിട്ടപ്പോൾ ചോട്ടുമാൻ ആ കുപ്പി പുറത്തെടുത്തു. നീ എന്തായി പറയുന്നത്? അതേന്നേ, അവൻ ആ മാലാഖയെ കുപ്പിയിൽ നിന്നും മോചിപ്പിച്ചു. ആ മാലാഖയാണെങ്കിൽ കാട്ടിലെ കുളത്തിലെ വെള്ളവും നിറച്ചു. കാട്ടിലെ മൃഗങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാ. എന്ത്? ആ മാനിന്റെ മാലാഖയെ സ്വതന്ത്രയാക്കിയെന്നു? ചോട്ടുമാനെ, ഞാനിതാ വരുന്നു. വേട്ടക്കാരൻ നല്ല ദേഷ്യത്തിലായിരുന്നു. അവനോടൻ തന്നെ കാട്ടിലേക്ക് പുറപ്പെട്ടു. ചോട്ടുമാനും രാമു ആനയും കുറുക്കനും കൂടെ കളിക്കുകയായിരുന്നു. കാട്ടിലെ ഒരു മരത്തിന്റെ മുകളിൽ വേട്ടക്കാരൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. വരൂ ചോട്ടുമാനെ, ഇനി നിങ്ങൾ ഒളിക്കും, ഞാൻ നിങ്ങളെ കണ്ടുപിടിക്കും. ഇങ്ങനെ പറഞ്ഞ് രാമു ആന കണ്ണടച്ചു. എന്നിട്ട് എണ്ണാൻ തുടങ്ങി. ദുർഭാഗ്യവശാൽ ചോട്ടുമാൻ നേരെ ആ മരത്തിന്റെ അടിയിൽ ഒളിച്ചു. അവിടെ ആ വേട്ടക്കാരൻ ഉണ്ടായിരുന്നു. വന്നിരിക്കുന്നു എന്റെ ഇര. വേട്ടക്കാരൻ അപ്പൊ തന്നെ വലയങ്ങ് ഇട്ടു. ചോട്ടുമാൻ ആ വലയിൽ കുടുങ്ങുകയും ചെയ്തു. അയ്യോ അയ്യോ, ഈ വല എവിടെ നിന്നാ വന്നത്? ചോട്ടുമാനെ! ചോട്ടുമാന്റെ അടുത്തേക്ക് അവരോടി. അപ്പോഴേക്കും വേട്ടക്കാരൻ ചോട്ടുമാന്റെ തലയിൽ തോക്ക് വെച്ചു. ആരെങ്കിലും എന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവനെ വെടിവെച്ചിടുന്നതാണ്. രാമുവന അവനെ തട്ടാൻ പോവുകയായിരുന്നു. ചോട്ടുമാന്റെ ജീവിതം അപകടത്തിലാന്ന് അറിഞ്ഞപ്പോ അവനൊന്ന് നിന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോ വേട്ടക്കാരൻ ചോട്ടുമാനെ കൊണ്ട് തടാകത്തിന്റെ അവിടെ പോയിരുന്നു. അവൻ ഇപ്പോഴും ചോട്ടുമാന്റെ തലയിൽ തോക്ക് വെച്ചേക്കുമായിരുന്നു. ഇനി ഏതെങ്കിലും മൃഗം ഈ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഈ ചോട്ടുമാനെ വെടിവെച്ചിടും. ഇത് കേട്ട് എല്ലാ മൃഗങ്ങൾക്കും ഒരുപാട് ദേഷ്യമായി. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പതിയെ പതിയെ ഒരുപാട് മൃഗങ്ങൾ അവിടെ വന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് നന്നായി ദാഹിക്കുന്നുണ്ട്, പക്ഷെ കുളത്തിലെ വെള്ളം കുടിക്കാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കാട്ടിലുള്ള ആരെയും ദാഹിച്ചു വലയാൻ വിടില്ല. നിങ്ങളെല്ലാവരും വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിച്ചോളൂ. അയാൾ എന്തായാലും എന്നെ കൊല്ലും, പക്ഷേ എനിക്കതിലൊരു വിഷമവുമില്ല. വേണ്ട ചോട്ടുമാനെ, നീ ആ മാലാഖയെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ കുളത്തിൽ വെള്ളം ഉണ്ടാവുമായിരുന്നില്ല. ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചവനെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കൊല്ലുന്നു. നിന്നെ കൊല്ലുന്നത് ഞങ്ങൾക്ക് എങ്ങനെ നോക്കി നിൽക്കാനാവും? ദുഷ്ടനായ വേട്ടക്കാരാ, നീ എത്ര നാൾ എന്നെ ഇങ്ങനെ ബന്ദിയാക്കും? ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? നീ എന്നെ കൊല്ലാൻ പോവാണോ അതോ ജീവനോടെ വിടാൻ പോവുകയാണോ? ആ നീലമാലാഖ എൻ്റെ ആഗ്രഹം നിറവേറ്റാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ അവരെ മണ്ണിൽ കുഴിച്ചിട്ടു. പക്ഷെ നീ അവളെ മോചിപ്പിച്ചത് ഒട്ടും ശരിയായില്ല. നീ നിന്റെ കണ്ണുകൊണ്ട് നിന്റെ സുഹൃത്തുക്കൾ മരിക്കുന്നത് കാണണം. അതിനുശേഷം നീയും ദാഹം കൊണ്ട് മരിച്ചു വീഴും. ഇത് കേട്ട് ചോട്ടുമാൻ വിഷമമായി. അപ്പൊ എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് പറഞ്ഞു, നീലമാലാഖേ, നീ എവിടെയാണ്? ചോട്ടുമാന്റെ ജീവിതം ഇപ്പോൾ അപകടത്തിലാണ്.
എത്ര തന്നെ ശബ്ദമുണ്ടാക്കിയാലും നിങ്ങളുടെ ദേവതയ്ക്ക് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അവർക്ക് കോളൊക്കെ പോവാനായിട്ട്. അപ്പോഴേക്കും എല്ലാവരും ഒരു ശബ്ദം കേട്ടു. മണ്ടൻ വേട്ടക്കാരാ, ഞാൻ ഇവിടെയുണ്ട്. നീ ആരെ പിടിക്കാനായി ഇരിക്കുന്നത്? ഇതാരുടെ ശബ്ദമാണ്? എല്ലാരും നോക്കുമ്പോ വേറൊരു ചോട്ടുമാൻ മുമ്പിലോട്ട് വരുന്നു. അല്ല, ഈ 2 ചോട്ടുമാനൊക്കെ എങ്ങനെ ഉണ്ടായി? 2 എണ്ണമല്ല, ചോട്ടുമാൻ ഞാൻ തന്നെയാ. അത് വേറെ ഏതോ മാനാ. അങ്ങനെയോ? എന്നാ ശരി, ഞാൻ നിന്നെയും പിടിച്ചു കിട്ടും. വേട്ടക്കാരൻ ചോട്ടുമാനെ വിട്ടു. എന്നിട്ട് വേറെ ചോട്ടുമാന്റെ അടുത്തേക്ക് പോയി തോക്കെടുത്ത് ഉന്നം വെച്ചു. ഇനി ആരെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രമിച്ചാൽ ഞാനിവനെ കൊല്ലും. എന്തൊരു മണ്ടൻ വേട്ടക്കാരനാ ഇത്. ഇപ്പോഴും എന്നെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും വേറൊരു ചോട്ടുമാനും വന്നു. അത് കണ്ടപ്പോ എല്ലാവരുടെയും കിളി പോയി. മൂന്നാമതൊരു ചോട്ടുമാനോ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഈ കാട്ടിൽ എത്ര ചോട്ടുമാനോ ഉള്ളത്? വേട്ടക്കാരൻ നിലവിളിക്കാൻ തുടങ്ങിയപ്പോ എല്ലാ മൃഗങ്ങളും ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് എല്ലാ മൃഗങ്ങളും തടാകത്തിൽ നിന്നും വെള്ളം കുടിച്ച് ദാഹം മാറ്റി. നീ ചെയ്തതൊട്ടും ശരിയായില്ല. 3 ചോട്ടുമാനുണ്ടെങ്കിൽ 3 എണ്ണത്തിനെ ഞാൻ കൊല്ലും. വേട്ടക്കാരൻ അവനെ തോക്കെടുത്ത് വെടിവെക്കാൻ പോയപ്പോ തോക്ക് തന്നെത്താനെ അങ്ങ് പറന്ന് മുകളിലോട്ട് പോയി. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അവിടേക്കപ്പൊ നീലമാലാക പ്രത്യക്ഷപ്പെട്ടു. മാലാകയെ കണ്ട് എല്ലാവർക്കും സന്തോഷമായി. എടാ ദുഷ്ടവേട്ടക്കാരാ, നീ തോക്ക് ഉന്നം വെച്ചിരുന്ന ആ ചോട്ടുമാൻ അത് തന്നെയായിരുന്നു ശരിക്കുള്ള ചോട്ടുമാൻ. ബാക്കി വന്ന ചോട്ടുമാനൊക്കെ എന്റെ മാന്ത്രികം കൊണ്ട് വന്നവരായിരുന്നു. ബാക്കിയുണ്ടായിരുന്ന 2 ചോട്ടുമാൻ അപ്രത്യക്ഷരായി. വേട്ടക്കാരൻ ഇതെല്ലാം കേട്ടും കണ്ടും ഭ്രാന്തനെ പോലെ മുടി വലിച്ച് നിലവിളിച്ചു. നിന്നെ ഞാൻ... നീ എന്നെ മൂങ്ങയാക്കുകയാണല്ലേ? എന്താ നീ പറഞ്ഞത്? മൂങ്ങയാക്കിയെന്നോ? എന്തായാലും ആ ഐഡിയ കൊള്ളാം. ഇത് പറഞ്ഞ നീലമാലാക അവളുടെ മാന്ത്രിക വടിയെടുത്ത് വേട്ടക്കാരനെ ഒരു മൂങ്ങയാക്കി. ഇതെന്തു പറ്റി? ഞാൻ മൂങ്ങയായി മാറിയോ? നീ ഈ കാട്ടിലെ മൃഗങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു. ഇനി നീ മൃഗങ്ങളെ പോലെ ഒന്ന് ജീവിച്ചു നോക്ക്. അപ്പോഴറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഇല്ല, ഞാൻ തിരിച്ചു വരും. ഞാൻ എല്ലാ പ്രശ്നങ്ങളും മാറി തിരിച്ചു വരും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് പറന്നുപോയി. നന്ദിയുണ്ട് നീലിമാലാകെ. നിങ്ങൾ സമയത്തിന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും മരിച്ചു വീഴുമായിരുന്നു. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഒരു ബുദ്ധിമുട്ടില്ലാതെ എന്നെ ഓർത്താൽ മതി. ഞാൻ പോട്ടെ. ബൈ ബൈ കൂട്ടുകാരെ. ബൈ ബൈ ചോട്ടുമാനെ. ഇങ്ങനെ പറഞ്ഞ് മാലാക കാറ്റത്ത് പറന്നു. അത് കണ്ട എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ അവൾക്ക് ടാറ്റ പറഞ്ഞു.